എല്ലാവരും പാടുമ്പോഴത്തേക്കും അവരവരുടേതായ സ്റ്റൈലും രസത്തിലുമാണ് പാടുന്നത്. ഈ സ്വന്തമായിട്ട് ഇത് പാടി ആസ്വദിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരങ്ങനെ ആസ്വദിക്കുന്നത് കാണാൻ കൂടുതൽ ഇഷ്ടം. കാരണം ഇംപ്രവൈസേഷൻ ഇങ്ങനെ വരുത്തി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ ട്രെൻഡിങ്ങിലായില്ലേ. അതെ, പണ്ട് ഈ പറഞ്ഞ പോലെ അതുപോലെ പാടുക, അതുപോലെ. പക്ഷെ ഇപ്പൊ കുറച്ചിട്ടൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് കവർ സോങ്സ് അല്ലേ. ഇതിന് ഒരു 10-15 കവർ കാണാം. എന്നിട്ട് പാട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചോ ഈ മനുഷ്യന്റെ കൂടെ കൂടിയതിന് ശേഷം? അതെനിക്ക് പറ്റുന്ന പണിയല്ലേ. അല്ലേ, പാട്ട് പാടും. പക്ഷെ അതിന്റെ ഒരു ബേസിക്, അതിന്റെ എങ്ങനെയാണ് അതിന്റെ രീതി, സ്വന്തമായിട്ടൊരു ഇതുണ്ടല്ലോ, ജഡ്ജ്മെന്റ്, സെൽഫ് ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ കാരണം അത് ഇപ്പൊ ഞാൻ പാടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാട്ടുകാരനാവും. ആ ഒരു സാധനം. പക്ഷെ പാട്ടുണ്ട് കേട്ടോ ഉള്ളിൽ പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്. ഞാനൊരു പാട്ടൊരു കൊച്ചിന് 2.5 വയസ്സായപ്പോഴത്തേക്കും ഒരു കണ്ടന്റ് ഇറക്കിയായിരുന്നു എന്റെ യൂട്യൂബ് ചാനലിലൂടെ. ഒരു ഫാമിലി സോങ് പോലെ അതില് പാടിച്ചിട്ടുണ്ടായിരുന്നു. മേജർ രവി സാറിന് വേണ്ടിയിട്ട് ആ പടത്തില് നജീബ് ചെയ്തിട്ടുണ്ടല്ലോ, മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നില്ല. അല്ല, മ്യൂസിക്കിനെ കാട്ടിയും ഇപ്പം പാട്ടെന്നുള്ള ഒരു തൊണ്ടയിലുണ്ടല്ലോ. ആ ഒരു പ്രൊഫഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ അത് പോട്ടെ മാക്സിമം. നമുക്കത് മറ്റത് ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആത്മാവ് പോലെ സംഗീതം എപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കിപ്പോ ഒരു യൂട്യൂബ് ചാനലുണ്ട്. പതുക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാഷന്റെ പുറത്ത് ഇങ്ങനെ ഓരോ പാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കെട്ടിയോളാണ് എന്റെ മാലാഖയിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. BK ഹരിനാരായണൻ എഴുതിയതാണ്. ആ പാട്ട് ഒന്ന് പാടിയിട്ട് നമുക്ക്. ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയോമലേ ഒരു വരിയായി മാനസം നിന്നോടായി ചൊല്ലുവാൻ വയ്യാതെ പെയ്യാതെ നെഞ്ചം നീറുന്നിതാ ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയോമലേ. ഇത് വില്യംസ് ആയിരുന്നു. ഇത് വില്യം ഫ്രാൻസിസ്. പുള്ളി ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടത്തിലാണ്. എന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഈ ബാൻഡ് നേരത്തെ പറഞ്ഞല്ലോ, ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒരു 2012 ചിന്തിച്ചിരുന്നു. അപ്പൊ അന്ന് കുറച്ച് സ്റ്റേജിലൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു പ്രോഗ്രാംസ് ഇങ്ങനെ ബാൻഡ് മൂഡില്. അപ്പൊ അന്ന് നമ്മള് ഒരുമിച്ചായിരുന്നു. വില്യവും ഞാനൊക്കെ ഒരുമിച്ചാണ് ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ടുള്ളൊരു ബന്ധമാണ്. മ്യൂസിക് ചെയ്തപ്പോ അതിൽ ഒരുമിച്ച് കൂടാൻ പറ്റി. ശരിക്കും ഈ മനുഷ്യൻ ഗായകനല്ലെങ്കിൽ പിന്നെ എന്താണ്? ശരിക്കും ഈ മനുഷ്യൻ ആരാണ്? എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഒക്കെ? ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും. മോട്ടിവേഷൻ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. പക്ഷെ നന്നാക്കുമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ, എനിക്കെന്നല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു മനുഷ്യന്റെ മോശം അവസ്ഥയിലാണെങ്കിൽ പോലും സംസാരിച്ച് എഫേർട്ട് എടുക്കും. ചിലപ്പം പല റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിനാവട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പാതിരാത്രി 2 മണി 1 മണി ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. സംസാരിച്ച് എങ്ങനെങ്കിലും അതൊന്നും അവസാനം ഒതുക്കി തീർക്കണം. ആ ഒരു സന്തോഷം. അതെ അതെ അതെ, ആ മനുഷ്യനെയാണ് ഇഷ്ടം. ആ മനുഷ്യനെയാണ് ഇഷ്ടം. അത് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി. വേറെ ക്വാളിറ്റി ഒന്നും ഇല്ലേ? വേറെ ക്വാളിറ്റി എന്താ? വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. കംപ്ലൈന്റ്സ് വേണ്ട, ക്വാളിറ്റി പറയുമ്പോ കംപ്ലൈന്റ്സ് എന്തൊരു ഭാര്യയാണ്. അങ്ങനല്ല, കംപ്ലൈന്റ്സ് ഇല്ല. കംപ്ലൈന്റ്സ് ഇല്ല, ഇങ്ങനെയൊക്കെ പൊക്കോളും. നല്ലൊരു ഫുഡൊക്കെ ഡയറ്റ് ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യും? അതിലൊന്നും ഡയറ്റ് എന്നൊക്കെ പറയും. ഇപ്പൊ ഒരു 5 ദിവസമൊക്കെ കട്ടായിട്ട് ഭയങ്കരമായിട്ട് അത് കഴിക്കത്തില്ല ഇത് കഴിക്കത്തില്ല, ഞാൻ പറയട്ടെ ഫുള്ള് കഴിക്കത്തില്ല പറയും.
പക്ഷേ എന്തെങ്കിലും ഒരു സ്മെല്ല് വരുന്നെന്ന് വിചാരിക്കേ, ബിരിയാണി അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുവാന്ന് വിചാരിക്കുക എനിക്ക് കഴിക്കാൻ എന്ത്, അങ്ങനെയാണെങ്കിൽ ഫുള്ള് നമ്മൾ കാറ്റ് ഊരി വിടുന്നോണ്ട് ഫുള്ള്. പിന്നെ നമ്മൾ ചിലപ്പോൾ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുറച്ച് തരുന്നത്. ഇക്കയുടെ കേസിൽ, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഡയറ്റോ അങ്ങനെയല്ല, മടിയാണ് മെയിനായിട്ട്. എനിക്ക് നന്നായിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുമ്പോൾ, ഇപ്പോൾ വിഷമം വന്നാലും സന്തോഷം വന്നാലും ഭക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കണം. അല്ല സീരിയസ് ആയിട്ട് വിഷമം വന്നാൽ ചിലപ്പോ നമ്മൾ അപ്പൊ കരയൊക്കെ ചെയ്യും, സങ്കടം വരും. പക്ഷെ ബിരിയാണി അല്ല, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടി ആരാ കഴിക്കാത്ത, നമ്മൾ കഴിക്കത്തില്ലേ. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇപ്പൊ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ല മീൻകറി അങ്ങനത്തെ ഒക്കെ ഇല്ലേ, നന്നായിട്ട് ടേസ്റ്റ് ഉള്ള സാധനം കിട്ടിയാൽ നന്നായിട്ട് ഞാൻ കഴിക്കും. ഇല്ല ഇക്കയും കഴിക്കും, പക്ഷെ ഇക്ക ഡയറ്റ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കണ്ണടച്ചിട്ട് ഡയറ്റിന്റെ ഫുഡ് ഒരു സൈഡിൽ കഴിക്കും. ചിലപ്പോ ഞാൻ ഇതാ കഴിക്കുന്നെങ്കിൽ അതും കൂടി കഴിക്കും. അതാണ് എനിക്ക് എന്താണ് നമുക്ക് കൺട്രോൾ ഇല്ലെന്നാണ്. ഇക്കേനെ നമുക്ക് വേണമെങ്കിൽ വഴിതെറ്റിക്കാം. നമ്മളെ ചിന്തിച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വഴിതെറ്റിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇക്ക നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ പറയും ഇക്കടുത്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആയിക്കൂടെ, അങ്ങനെയാണെങ്കിൽ ഇക്ക നല്ല മാറുന്നൊരു സ്വഭാവം ഉണ്ട് ഇക്കയ്ക്ക്. ഒരു മനസ്സിങ്ങനെ ചാഞ്ചാടും, അവിടെ ചവിട്ടണോ ഇവിടെ ചവിട്ടണോ. ഈ ചാഞ്ചാട്ടമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കൊറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ വരുമ്പോ ചാഞ്ചാടുമെന്നാണ് ചോദിച്ചത്. അല്ല അത് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അങ്ങനെ ചാഞ്ചാടുമെന്ന് അറിഞ്ഞൂടാന്നാണ് ഇതുവരെ എന്റെ അടുത്ത് ചാഞ്ചാടിയിട്ടില്ല. അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല അതായത് പുറത്തു പോയാൽ ചാഞ്ചാടുമായിരിക്കും, എന്റെ അടുത്ത് വലിയ ചാട്ടമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെയാണോ? മനസ്സിലായില്ല. അബദ്ധം മാറി. അല്ല ശരിയാണ്, അതുവരെ ശരിയാ. എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇല്ല ഇക്ക അങ്ങനെയൊന്നും പോകത്തില്ല. അതൊക്കെയല്ലേ നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. അതാണ് വിശ്വാസം, അതല്ലേ എല്ലാം. ഇല്ല ആ മനുഷ്യന്റെ കള്ളച്ചിരി ഉണ്ടോ? ഫോൺ തരാന്ന്. അല്ല പക്ഷെ അയാളുടെ എത്തിക്സ് വെച്ചിട്ട് അയാൾ നോക്കൂല. ഫോൺ വാങ്ങിച്ചു എന്നാ കിട്ടും ഉറപ്പാണ്. അതൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് നോക്കൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്ന്. തിരിച്ചെന്തായാലും നജീം ഫോൺ എടുത്ത് നോക്കൂലല്ലോ. അതല്ല എന്തിനാണത് എടുക്കാത്തതെന്ന് അറിയാവോ? എന്റെ ഫോണോ? നല്ല ടെക്നിക്കായത്. നമ്മള് അവളുടെ ഫോൺ എടുക്കൂല, അതുകൊണ്ട് അവളും അവളെ ഫോൺ എടുക്കരുത്. അതൊക്കെ മറ്റേ ആണുങ്ങൾക്കല്ലേ ഞാൻ വീട്ടില് ഭാര്യയുടെ ഫോൺ എടുത്ത് നോക്കൂലല്ലോ. നോക്കത്തില്ല. എന്റെ ഫോണും നോക്കൂല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ നജീബ് ഒരു ദിവസം ഫോൺ എടുത്ത് നോക്കൂ, നിങ്ങളുടെ കണ്ണൊക്കെ മറ്റേ കാർട്ടൂണിൽ കാണുമ്പോൾ ഇങ്ങനെ തള്ളി വരും. ഇല്ല കുഴപ്പമില്ല. സങ്കല്പല്ല, എനിക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെയില്ല ചേട്ടാ. ഇക്ക പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പം കുട്ടികളുടെ കാര്യമാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഇക്ക പറയാറുണ്ട്, ഞാനും പറയാറുണ്ട് ഇക്കടുത്ത്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ബാരിയർ ആയിട്ടൊന്നുമില്ല, രണ്ടുപേരും ഓപ്പൺ തന്നെ അങ്ങോട്ട്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ചേട്ടാ. അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം. പോരട്ടെ, അത് മുഴുവനും വേണം കേട്ടോ, ഇറക്കി വെച്ച് നിർത്തി പോകാൻ പറ്റില്ലേ. കുറച്ച് വെള്ളം അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കെനിയുന്നീ എന്നിൽ ഈണം. മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ മെല്ലെ മെല്ലെ പുതുമഴേ മെയ്പുണരും പൂവിൻ മൗനം
ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം മനമറിയാതെ തിരയുകയോ നീ എൻ്റെയുള്ളം നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം നിന്മേ തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം മഴയേ മഴയേ തൂമഴയേ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണം. ഇൻസ്റ്റയിൽ മുറിച്ചു വരുന്ന സമയത്ത് ഇതേത് പാട്ടാന്ന് നമ്മൾ ഇങ്ങനെ, കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ പാട്ടായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഒക്കെ ആണെങ്കിൽ ഇപ്പൊ സ്പോട്ടിഫൈയിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഈ പാട്ടാണ്. അതെ, ഒരു ന്യൂജൻ പാട്ടാണ് ശരിക്കും. അത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. ഈ നിഷ്കളങ്കത ഭയങ്കര രസമാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ദേഷ്യം വരുന്ന രീതിയിൽ ഒരു ഇന്നസെൻസ് ആയി അത് ഇതെന്ത് പൊട്ടിയടി എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? ചോദിക്കൂല, ചോദിക്കൂല. അതും ചിലപ്പോൾ വിഷമായിട്ട് ഒരു വീണ്ടും കണ്ടാ പറഞ്ഞേട്ടാ മനസ്സിലായ പൊട്ടനാ അങ്ങനെ ചോദിക്കോ? ഇങ്ങനെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഞാനോ? ആ, എന്തിന്? ഞാൻ പൊട്ടിയാ അങ്ങനെയാണ് ചോദിച്ചില്ല. പക്ഷെ ഞാനിങ്ങനെ ചൂടാവുന്ന സമയത്ത് വേണ്ടാന്ന് പറയാൻ വന്നിട്ട് പെട്ടെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോ തന്നെ എനിക്കറിയാം നമ്മള് രണ്ടുപേരിലും ഈ ദേഷ്യം വരുന്ന കാര്യത്തില് രണ്ടുപേർക്കും ദേഷ്യം വരും. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഡൗൺ ആവാൻ കുറച്ചേ സമയമെടുക്കും. എന്റെ ദേഷ്യം എന്ന് വെച്ചാൽ വേറെ ടൈപ്പ് ദേഷ്യ. പക്ഷെ അല്ല അങ്ങനെ, പക്ഷെ പെട്ടെന്ന് കൂളാവുന്നത് ഇക്കയായിരിക്കും. ഇക്കയുടെ ദേഷ്യം അല്ല, ഇക്കയുടെ ദേഷ്യം എന്ന് വെച്ചാൽ ഇക്ക ദേഷ്യം പിടിക്കും. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് കൂളാവും. അപ്പോ അതില് ഞാനുണ്ടാവും, ഇതാ നമ്മളങ്ങ് കാമാവും. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്, ഇന്നസെൻസ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, ഭയങ്കര രസമായി ക്യൂട്ടാണ്. പക്ഷെ അതൊരു മണ്ടത്തരമായിട്ട് മാറുമ്പോൾ ഇവളുടെ ഒരു പൊട്ടത്തരം എന്നൊക്കെ പറയുന്ന ദേഷ്യത്തിന് വരുമോ? അങ്ങനൊന്നും വരില്ല. ചിലപ്പോ ഞാൻ പറയാറുണ്ട്, ചില സ്റ്റോറി ഒക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവാറില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇടും. അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് ഇന്നത്തെ ടോപ്പിക്, എന്താണ് അവസ്ഥ എന്താണ്. പിന്നെ കുറെ ഭാഗം എന്റെ അടുത്തോട് ചോദിക്കാറുണ്ട്. ദുബായിൽ നിന്നൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കിക്കുന്നു എന്തൊക്കെയോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ, ഒന്നും മനസ്സിലാവുള്ളെന്ന് പറയും. അവർക്ക് തന്നെ അറിയാം അവിടെ എന്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ അറിഞ്ഞാ പോലെ ഞാൻ എന്താ ഇട്ടേക്കുന്നുള്ളത് എല്ലാരും അറിയും. പിന്നെ സ്റ്റോറി എനിക്ക് എന്റെ ഒരു ആത്മാവിഷ്കാരം നിങ്ങൾ ഇടപെടും. എല്ലാരും സ്റ്റാറ്റസ് ഇടുമ്പോഴും എല്ലാരും സ്റ്റോറി ഇടുമ്പോഴും എനിക്കൊരാഗ്രഹം, അപ്പൊ ഞാനും ഇടും സ്റ്റോറി ഇടുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് പറയും ഇന്ന് മലയാളം എഴുതി തരണം. അതെ, ആധികാരിക പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഇടപെടും. എന്നിട്ട് എന്റെ അടുത്ത് എനിക്ക് മലയാളത്തിൽ എഴുതി തരണം, എനിക്കൊന്ന് ഇടണം. വേണ്ട, നീ ഇടണ്ട, ഇട്ട് അല്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അതെന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തിരിച്ച് പറയണം എന്നൊക്കെ തിരിച്ച്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇത് വരുമ്പോ ഇക്കയുടെ പറയും, അപ്പൊ ഇക്ക പറയും എന്റെ ഒന്നും ആവശ്യമില്ല, വേണ്ടെന്നുള്ള രീതി. അതിന്റെ എക്സ്പ്രഷനെ നിങ്ങള് ആ മലയാളം പഠിക്കാൻ നമുക്ക് ഇവരുടെ എഴുതുന്ന വാക്യങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എഴുതരാന്ന് പറയും. കൊള്ളാലോ, നിങ്ങളാണ് പൊളിയാണല്ലോ. ഇത് എന്തൊക്കെ കാണുമ്പോഴാ പ്രതികരിക്കണമെന്ന് തോന്നണേ? പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ സത്യമില്ലാത്ത എന്തെങ്കിലും കാര്യം, അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോർമലി അത് പൊതുവിഷയമാണോ അതെ നജീബിന്റെ ആവശ്യമില്ലാതെ എന്റെ ഒരു ഞാൻ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നം അങ്ങനെ ഇടാറില്ല. അത് എനിക്ക് മാത്രമേ അങ്ങനത്തെ പ്രശ്നം അല്ലേ. എന്തെങ്കിലും ഇക്കെടുത്തുണ്ടെങ്കിലും ഒരു 10,000 മെസ്സേജ് ഡെലിറ്റ് കളയും.
ഇക്ക ചിലപ്പോ ഉറങ്ങുമായിരിക്കും. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലുള്ള എല്ലാം എനിക്ക് പറഞ്ഞു തീർത്താൽ മതി. ഞാൻ പറഞ്ഞു സൈക്കോളജിക്കൽ പ്രോസസ് ആണ് അതൊരു. എനിക്ക് എവിടെങ്കിലും ആ ദേഷ്യമൊക്കെ മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ സാധനം പറഞ്ഞില്ല, അതേ കൂട്ടപ്പോ എനിക്ക് വേറെ ആർക്കും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകില്ല. ഇക്കേന്റെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ എല്ലാം മെസ്സേജ് ചെയ്യും. ഡോറൊക്കെ അടച്ചിട്ട് മറ്റേ പ്രോസസ് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും, എല്ലാം മെസ്സേജ് ചെയ്യും. എന്നിട്ട് ഫുള്ള് ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവസാനം ഞാൻ സ്പെയർ കീ എടുക്കും, ഡോർ തുറക്കാൻ പോകും. അതാണ് അവിടുത്തെ. ഡോർ തുറന്ന കീ ഉണ്ട് അവിടെ. മുറിയിൽ പോയി ഇരിക്കും, ഒറ്റയ്ക്കിരിക്കും. പക്ഷെ ഇത് കുറ്റിയിടാറില്ല കേട്ടോ. കുറ്റിയിട്ട് നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. അത് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തുറന്ന് വരണം, അതിനാണ് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്യണത്. അപ്പൊ സ്പീഡിന് ടൈപ്പ് ചെയ്യായിരിക്കുമല്ലോ ഇങ്ങനെ ടൈപ്പ് ചെയ്യും. അതേ ആലോചിച്ച് ടൈപ്പ് ചെയ്യോ? ആലോചിച്ചിട്ടല്ല, വിഷമം. അതിനകത്ത് ചീത്തയൊക്കെ ഉണ്ടാവൂല്ലേ? ഇല്ല, എഴുതുമ്പോ നോർമലി അങ്ങനെ ആയി മാറും. വെറുതെ എഴുതിയാൽ മതി, ഒന്ന് ചീത്തയാവുന്നത് സത്യമാണോ? ചീത്ത ഒന്നും എഴുതൂല. ചീത്ത എഴുതാൻ പാടില്ല, അത് വിളിക്കുള്ളൂ അല്ലേ? ചീത്ത വിളിക്കത്തോ അങ്ങനത്തെ വിഷമം പറയുമ്പോ ഇപ്പൊ പറയുന്നത് എന്തായിരിക്കും, ഫുള്ള് നെഗറ്റീവ് ചിന്തിക്കലേക്ക് അങ്ങനെ പറയും. ഫുള്ള് നെഗറ്റീവ് അങ്ങനെ എപ്പോഴും ഒരു നെഗറ്റീവ് രീതി കൂടെ എടുക്കും. നമുക്ക് ഇതല്ല, നമുക്ക് അങ്ങനെ കൂടെ ചിന്തിച്ചാലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചു പെട്ടെന്ന് എനിക്ക് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ചോദിക്കും, ഇന്നലെ ഇരുന്ന് കരഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇന്നിപ്പോ ശരിയായില്ലേ? അതെ അതെ അതെ. ഇന്നലെ ആ കരഞ്ഞ അത്രയും സമയം പോയി ലൈഫിൽ നിന്ന്. എന്തിനാണ് നമുക്ക് അതിൽ നിന്ന്? അപ്പോ ഇനി പാട്ട് ബ്രേക്ക്. വിദ്യാസാഗർ സാറിന്റെ സംസാരിക്കാൻ ഓമന പൂവേ, ഓമന കോമള താമര പൂവേ, ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നു. പിടിച്ചു പിടിച്ചിട്ട് സംസാരിക്കുക. ഞാൻ ഇടയ്ക്ക് പറയും, ഞാനൊരു മനുഷ്യജീവിയാണ്, എനിക്കും അതിന്റെ മാനദണ്ഡങ്ങൾ മാനസികപരമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള വിഷമങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. മനസ്സിലായി. കുറച്ച് എനിക്ക് ഓർമ്മ വരുന്നു തുടങ്ങി. പക്ഷെ ഇതാണ് എനിക്ക് ഭയങ്കര കോമഡി. മറ്റേ ബേക്കറി പദാർത്ഥമാക്കിയാ. പിന്നെ നമ്മള് ബേക്കറി പോയിട്ട് കുറച്ച് അത് പക്ഷെ പെട്ടെന്ന് സാധനം എന്ന് പറഞ്ഞ വാക്ക്, ബേക്കറി പോയിട്ട് കുറച്ച് സാധനമാണ് നമ്മൾ അവിടെ പോകുമ്പോൾ. ബേക്കറി പോയിട്ട് കുറച്ച്, അത് ഉമ്മ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റിന്റെ വീട്ടിലെന്താ പോവാ, അപ്പൊ ബേക്കറി കയറണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് വന്നില്ല ചേട്ടാ സാധനം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെ. അപ്പം ബേക്കറി കയറ്റി കുറച്ച് പദാർത്ഥമായിരിക്കും. പെട്ടെന്ന് അറിയാണ്ട് മമ്മൂക്ക മായാവിയിലാണോ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുള്ളത്? ഇതേപോലുള്ള വാക്കുകൾ പറയും. ജയിൽ പുള്ളി ആയിരുന്നിട്ട് ഇതേപോലുള്ള കുറെ വാക്കുകൾ പറയും മലയാളത്തിൽ. പക്ഷെ സാധനം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അന്നെന്തോ പെട്ടെന്ന് സാധനം എന്ന് വന്നില്ല. അന്നത്തെ പദാർത്ഥമാവട്ടെ പര്യായപദമൊക്കെ അറിയാം കേട്ടോ. പര്യായ പദങ്ങളാണ് അതെ കൂടുതൽ ചിന്തിക്കാറുണ്ട് ഞാൻ. നാനാർത്ഥങ്ങളും പര്യായപദങ്ങളും അത് ഇവിടുന്ന് പഠിക്കാം. ഇത് ഇവിടെ നീ പഠിച്ചാണെന്നൊരു പിടുത്തമില്ല. പാട്ട്. ഓക്കെ. ഓമനക്കോമളത്താമരപ്പൂവേരാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ, ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ, മധുരത്തേൻ പകർന്നാട്ടെ, പാദസരത്താളം കേൾക്കെ കാതിനിന്നോണമായി, വാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി, പറയാനെന്തോ വീടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ, ഓമനപ്പൂവേ ആ ഓമനക്കോമളത്താമരപ്പൂവേ രാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ. ഓ ഇതിലും അഭിരാമിയായിരുന്നു. അത് അടിപൊളി പാട്ടായിരുന്നു. വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ഒന്നിനൊന്ന് ഹിറ്റായിരുന്നു. ശരിക്കും ഈ ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അത് സമപ്രായക്കാരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, മുതിർന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് വർഷം ഫോളോ ചെയ്തിട്ടുള്ള ശരിക്കുള്ള നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാത്തവർ. അവരൊക്കെ ചിലപ്പോൾ നമ്മൾ നിരന്തരമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും, ചിലപ്പോൾ കോണ്ടാക്ട്സ് അങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കുറേ പേര് ഉണ്ടാവില്ലേ ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ചിത്ര ചേച്ചിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഫാൻസ്, എക്സ്ട്രീം ലെവലിൽ അവരുടെ ഇമോഷൻസ് വരെ കാണിക്കുന്ന ഫാൻസ് ഉണ്ട്. അവരെ കുറിച്ച് പറയും. ശരിക്കും ഞാൻ ചെറുതിലെ ഏഷ്യാനെറ്റിലെ വോയിസ് ഓഫ് ദ വീക്ക് എന്ന് പറയും, കുഞ്ഞിലെ തന്നെ ചാനലിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ചെന്നൈയിൽ നിന്നൊരു ചേച്ചി ഉണ്ട്,
ശ്രീരഞ്ജിനി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ എനിക്കത് ആദ്യമായിട്ട് വിളിക്കുകയും ഒരു പ്രോത്സാഹനമൊക്കെ തന്ന അപ്പോൾ നമ്മൾ ഇപ്പോഴും ഓർക്കും. വീട്ടിലായാലും ഉമ്മയ്ക്കായാലും എല്ലാവർക്കും അറിയാം. അതുപോലെ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങിയിട്ട് ഒരു പരിചയം, അതായത് പാട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഭയങ്കര സുഹൃത്തായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു രഞ്ജിത്ത് ചേട്ടൻ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതാണ് കയറി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവരൊക്കെ പാട്ടിന് ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പാട്ട് മാത്രമല്ല, അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാട്ടിൽ അല്ലെങ്കിൽ ഫെയിം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് കുറെ പേര്, അല്ലെങ്കിൽ അത് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അത് എനിക്ക് അത്ര അത് ഇഷ്ടമാണ്. എന്നാലും എന്റെ മനസ്സിൽ ഞാൻ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നെ കൂടെ പാട്ടുണ്ട് എന്നാൽ പോലും നമ്മളെ കൂടെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ പിന്നീട് എല്ലാവരും ഉണ്ട്. ഇടക്കിടക്ക് അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ അത് വളർന്നിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ്. നജീബ്, അടുത്ത പാട്ടിന് മുമ്പ് ഇയാൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. നജീബിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് ചോദിക്കും? ചേട്ടന് ഭയങ്കര ബുദ്ധിയാണ്. എന്നെ ട്രോളാൻ വേണ്ടിട്ടാണോ വന്നത്? ബുദ്ധിയേ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, എനിക്കൊരു പാട്ട് പാടിയാൽ മതി. ആർക്കായിരുന്നു ബുദ്ധി? അതെ, ഇത്രയും നേരം പാട്ട് പാടിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും പാട്ട് തന്നെ ചോദിച്ചല്ലേ? നീയും കൂടി. എനിക്ക് ആ പാട്ട് പാടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയി സൊന്നാലും നീ എൻ കദലി, അത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ? കള്ളം പറഞ്ഞാലും അതാണ് സബ്ജക്ട്, ഇവിടുത്തെ സബ്ജക്ട് അതാണ്. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி. கண்களால் கண்களில் தாயமாடினாய், கைகளால் கைகளில் ரேகை மாற்றினாய். பொய் ஒன்றை ஒப்பித்தாய், ஐயோ தப்பித்தாய். கண் மூடித்தேடத்தாய், கனவெங்கும் தித்தித்தாய். பொய் சொல்ல கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலി. ഈ ഒരു ഘട്ടത്തിന് ശേഷം റൊമാൻറ്റിക് വോയിസുകൾ ശരിക്കും ഈ കാലഘട്ടത്തിന്റെ വോയിസ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നജീബിന്റെ ശബ്ദം അതിനൊരു ബെഞ്ച് മാർക്കായിരുന്നു. ഇപ്പോൾ ഹരിശങ്കറൊക്കെ പാടുന്ന പാട്ടുകൾ പോലെ ഹരിചരനുണ്ട്, ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പാടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഹസ്കിനെസ് ഒക്കെ കൊണ്ടുവരാൻ. നമുക്കില്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് കാർത്തിക്കിനെയൊക്കെ വിളിച്ച് പാടിക്കും പോലെ നജീബ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പലരെയും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത്തരം ഒരു വോയിസ് കൊണ്ടുവന്ന നജീബായിരുന്നു. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും നജീബിന്റെ സക്സസ്. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തമിഴ് പാട്ടിനോടും ഒരു ഇഷ്ടമുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ കാർത്തിക് ആണെങ്കിലും ഇപ്പൊ ഹരിഹരൻ സാറ്, അപ്പൊ അവരുടെയൊക്കെ പാട്ടുകളും ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ഓപ്പൺ സിംഗിങ് അല്ല. ചില പാട്ടുകൾ എല്ലാം ഹസ്കി കൊടുത്ത് ആവശ്യമുള്ള പാട്ടിലാണ്. കാരണം ചില എല്ലാം ഓപ്പൺ ആക്കിയാൽ അതിൻ്റെ ഒരു ഫീല് പോവും. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. പല പണ്ടോട്ടെ ഇപ്പൊ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോഴും ലൈറ്റ് മ്യൂസിക് ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഫീലില് കുറച്ച് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ പാട്ടിലൂടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇപ്പം ദേവാങ്കണം എന്നുള്ള പാട്ട് തന്നെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ് താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാം. അത് എൻ്റെ ഒരു ശൈലി പാടിയതാണ്. അപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് എൻ്റെ ടോണിൽ അത് പാടിയ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാം. அழகின் பவிழம்
പൊഴിയും അങ്ങനെ പാടാം. അഴകിൻ പവിഴം പൊഴിയും നെഞ്ചിൽ. അപ്പൊ എനിക്ക് അതിലൊരു വ്യത്യാസം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു രീതിയിൽ പാടുന്നത്. അപ്പൊ അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാനും സിനിമയിലോട്ട് കയറി വന്നത്. വളരെ, കാരണം എനിക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. വളരെ സ്ട്രഗിൾ ആയിരുന്നു കയറി വരാനും. പിന്നെ ഈ ഒരു ആ ഒരു പ്ലാറ്റ്ഫോം, ഐഡിയ സ്റ്റാർ സിംഗർ എന്നുള്ള പ്ലാറ്റ്ഫോം ഏറ്റവും വലിയൊരു എന്താണ് നമുക്കൊരു വഴിത്തിരിവായിട്ടുള്ളൊരു. അപ്പൊ വേറെ ജോലി ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് മ്യൂസിക് കോളേജിൽ MA പഠിക്കുന്ന സമയത്ത് തന്നെ MP എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു, മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞിട്ട്, തിരുവനന്തപുരത്ത് സ്വാതിരുന്നാളിൽ. അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് കോമ്പറ്റീഷനിൽ പോകുന്നത്. പിന്നെ എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇത് സിനിമ എന്നുള്ളതാണ്. ഇതിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ജനങ്ങളിലേക്ക് എൻ്റെ പാട്ടെത്തണം, അതിലൂടെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടണം. കാരണം വേറെ നമുക്കൊരു വാതിലുകളും ഇല്ല തുറക്കാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളെ പാട്ടെത്തിക്കാനായിട്ട് വീട്ടിൽ നിന്നാണെങ്കിലും പറയുന്നത് നമ്മുടെ ഒരു എയിം എന്താണ്, നമ്മുടെ പാട്ട് എല്ലാവരും അറിയുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഇതാണ്. അങ്ങനെ പോയി മത്സരിക്കാനാണ് പറഞ്ഞത്. ഒരു പാട്ടിനും കൂടെ സമയമായിട്ട് കൂടെ നീർത്തും. അത് കാരണം ഇല്ലെങ്കിൽ വിട്ടുപോകും ഞാൻ. വിട്ടു നല്ല രസമുള്ള പാട്ടാണ്. അപ്പൊ ഇതിനിടയ്ക്കാണ് ഞാൻ പറയുമ്പോ പാട്ട് ഓർത്തോണ്ട് അല്ല, ഞാൻ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോ ഇനി പ്രേക്ഷകർ എന്നെ ചീത്ത വിളിക്കും. അതുകൊണ്ട് വിചാരിച്ചു ഇനി ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ സ്വിച്ച് ചെയ്താണ് ഞാൻ പാട്ട് നിന്നൊരു ബ്രേക്ക് വരുന്നത്. ഇത് പറഞ്ഞല്ല, വിനു തോമസ് ആണ് ആ ചേട്ടനാണ് മ്യൂസിക് ചെയ്തേക്കണത്. അദ്ദേഹം ഡോക്ടർ ലവ് തൊട്ടുള്ള ബന്ധമാണ്. അതിനു മുമ്പേ പരസ്യങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മ്യൂസിക് എന്ന എല്ലാ സിനിമകളിലും എങ്ങനെയെങ്കിലും ഒരു പാട്ട് തരാറുണ്ട്. അങ്ങനെ കിട്ടിയൊരു ഭാഗ്യം ദൃശ്യം എന്ന സിനിമയിൽ അത്രയും വലിയൊരു ഹിറ്റായ സിനിമ. അത് പ്രൗഡായിട്ടല്ലേ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴൊക്കെ നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു, കാരണം അത്രയും വിജയം സക്സസ് ആയിരുന്നു. അതുപോലെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ക്രൂവും ഒക്കെ ആയിരുന്ന അതിന്റെ കൂടെ നജീബിനും പോയി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റും. അഭിമാനം. ചേട്ടൻ പക്ഷെ നല്ല വർക്കൗട്ട് ചെയ്തിട്ടാണേ. പക്ഷെ സാധാരണ ഇങ്ങനെ എല്ലാരും ചെയ്യൂലേ, ചോദിക്കൂലോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയാം, ചേട്ടൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. പറഞ്ഞൂടെ? വേണ്ട, ഇപ്പം ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ. ഇനി പോഴ്ത്തിക്കോ, ഒരു ബ്രേക്ക് ഉണ്ട്, എനിക്ക് എന്നെ കുറച്ച് പോഴ്ത്താനുണ്ട്. പക്ഷെ അങ്ങനല്ല, സാധാരണ ആൾക്കാരില്ലേ, സാധാരണ മീൻസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചേട്ടൻ ചെയ്യുന്നത് ഒരാളെ കുറിച്ച്, ചേട്ടൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് ചേട്ടൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ എഫേർട്ട് എടുത്തിട്ടാണ് ചേട്ടൻ ക്വസ്റ്റ്യൻ ഓരോന്നും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ അങ്ങനല്ല, എന്റെ അടുത്ത് ചോദിച്ചതൊന്നും അങ്ങനെയല്ല. പക്ഷെ ഇപ്പുറത്ത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങളായിരുന്നു. എന്റെ അടുത്ത് ചോദിച്ചതെല്ലാം മഹാ ചീത്ത ചോദ്യമായിരുന്നു. ശരിക്കും പുകഴ്ത്തിയതല്ല, എന്നെ ഗത്തിയാണ് ഡിലീറ്റ്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരാളെ നോക്കുമ്പോ, ഒരാളെ വീക്ഷിക്കുമ്പോഴല്ല, ഒരാളോട് എങ്ങനെ സഭ്യമായി മര്യാദയ്ക്ക് ചീത്ത വിളിക്കാന്നുള്ള ഇപ്പൊ മനസ്സിലായി. എനിക്ക് ഇപ്പൊ പിടിയിട്ട് നജീബ് പറഞ്ഞത് ചീത്ത വിളിക്കാൻ അറിഞ്ഞു, തന്നെ ചീത്ത എങ്ങനെ പറയാം പറഞ്ഞതിന്റെ സാരാംശം എന്തെങ്കിലും പറയണ്ടേ നല്ലതെന്തെങ്കിലും വീണ്ടും കുത്തുവാക്ക് എന്തെങ്കിലും ചേട്ടനോക്കി പറയണ്ട കേട്ടോ. അങ്ങനല്ല, പാട്ടൊക്കെ പാടാൻ പറഞ്ഞല്ലേ, കൊണ്ട് ഇത്രയും പാട്ട് പഠിച്ചല്ലേ, എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയണ്ടേന്ന് വിചാരിച്ചു. അങ്ങനല്ല ചേട്ടാ, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കാം, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ആദ്യമായിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ വേ ഓഫ്, ആ രീതി ഇല്ലേ, ക്വസ്റ്റ്യന് ചോദിക്കുന്ന ആ രീതി എന്നുവെച്ചാ വേറൊരു തലത്തിലേക്കും പോകുന്നില്ല. നന്നായിട്ട് തന്നെ ഒരാളെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയച്ചു ചോദിക്കുന്നത്. ഉമ്മ പ്രത്യേക അന്വേഷണം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രേക്ഷകരാണ് എന്റെ ശക്തി. ഞാൻ ഉമ്മ അങ്ങനെ ആളുണ്ടല്ലോ, രജനീഷ്, അങ്ങനെ പേരൊക്കെ എടുത്ത് കറക്റ്റായിട്ട്. അപ്പൊ അവരൊക്കെ നല്ല നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര പ്രത്യേകം
ഒരു അന്വേഷണം നിങ്ങൾക്കൊക്കെ ഒരു വിലയില്ലെങ്കിലും എനിക്ക് അങ്ങനെ കുറെ പ്രേക്ഷകരുണ്ട് മനസ്സിലായില്ലേ? അല്ല ചേട്ടൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഉമ്മച്ചി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോ ചോദിക്കുന്നൊക്കെ പോകത്തലിനൊരു ബ്രേക്ക് പാട്ട് വരാൻ ഇല്ലെങ്കിൽ ഈ മനുഷ്യനെ കൊണ്ട് പാട്ട് പാടിച്ചില്ല അടിയിൽ എങ്ങനെ ഇത് സംസാരിച്ചോണ്ട് പോകുന്നത് ആലോചിച്ചോണ്ട് അപ്പൊ വീണ്ടും പാട്ട് പാടും. പണിയെടുത്തിട്ട് പോയാൽ മതി. പണിയെടുക്കുക എന്നുള്ളത്. മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഓരമ്മക്കിളിയും രണ്ടോമൽക്കുരുന്നും മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി. ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഒന്നാണെന്നുള്ളതാ. അത് നമുക്കൊരു വേറൊരു ഊർജ്ജമാണ്. ഇടയ്ക്കൊക്കെ മാത്രമാണ് ഈ വിജയിക്കുന്ന സിനിമകളിൽ വിജയിക്കുന്ന പാട്ട് കിട്ടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ പാട്ട് ഹിറ്റായിരിക്കും, പാട്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ടാവും, പക്ഷെ സിനിമ ഹിറ്റാവാത്തതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള കാലത്ത് കൂടുതലും സിനിമ ഹിറ്റായാൽ മാത്രമാണ് പാട്ട് ഹിറ്റാകുന്ന അവസ്ഥ. ഒരുപാട് പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ സിനിമയില് പാട്ടുകൾ കുറവാണ്. പാട്ടുണ്ട്, പക്ഷേ അതിന്റെ വേറൊരു രീതിയിലായി. പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ റീൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി ഇപ്പൊ റീൽസ് വഴി പാട്ട് ഹിറ്റ്, അതിനു വേണ്ടി പാട്ടുണ്ടാക്കുക. ഇപ്പൊ എന്താണ് ജനങ്ങളിലോട്ട് എങ്ങനെയാണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ആണല്ലോ, ഒരു പാട്ട് വഴി എത്തുമ്പോഴത്തേക്ക് ഏത് കുപ്പിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഈ വോയിസ് ഉണ്ടല്ലോ, കുറെ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ ആരും കേൾക്കാതെ പോയിട്ടുണ്ട്. ഇനി പാട്ടിന്റെ ഒരു ബ്രേക്കോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഒരു പാട്ട് നീ പാടും. പാട്ട് പാടും. അല്ല അത് പാടുന്നില്ലേ? അല്ല ഞാൻ പാടുന്നത് ചിന്ന ചിന്ന ആസ. എനിക്ക് പണ്ട് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രമേ പാടുള്ളൂ. പക്ഷെ പാടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മള് ചിന്ന ചിന്ന സിറകടിക്കും ആസൈ മുത്തു മുത്ത് ആസൈ മുടിന്ന് വെണ്ണിലവ് തൊട്ട് തമിഴാസൈ പതിരവായി കുളിരം വീട് അതിലോട്ടങ്ങ് പോകും. നമ്മളെ പോലെ അറിയില്ല. നീ അതല്ലല്ലോ തുടങ്ങിയത്. കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഇരുന്ന് പാട്ടാ ആണല്ലേ. പാട്ട് പാടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പ്ലീസ് എന്നാ പാതിരവായി നേരം ആയിക്കോട്ടെ. പതിരവായി നേരം പനിനീർക്കുളിരമ്പിലി എൻ്റെ മനസ്സിലെ മച്ചും നിലന്തിനുറങ്ങാതലയുന്നു നീ. രാരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടി താഴെ തണുപ്പിൻ്റെ കിളിപ്പാഴയിൽ ഉറങ്ങാതലയുന്നു നീ. അതെ അടിപൊളിയല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കോ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പാടിക്കും. ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീര മോഹത്തുമ്പാലെ ഇനിയും നിന്നുള്ളം നോവല്ലേ. അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും ഈ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീന്നർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ.